ഹായ് ഹലോ, ഇന്ന് നമ്മളൊരു ചക്കയായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം നെസ്റ്റോയിൽ പോയ സമയത്ത് അവിടെ നല്ലൊരു സാധനമൊക്കെ വാങ്ങുന്നതിനിടയിൽ നല്ലൊരു സ്മെല്ലിട്ട ബില്ലടിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് നമ്മൾ ചക്ക കണ്ടത്. അപ്പോൾ ഇവിടെ ചക്കക്കെല്ലാം ഭയങ്കര പൈസയാണ്, പക്ഷെ എന്നാലും അതിൻ്റെ മണം ഒന്നും പറയാനില്ല. ഭയങ്കര മണമായതുകൊണ്ട് തന്നെ നമ്മളത് എടുത്തിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഭയങ്കര സ്മെല്ലെന്ന് പറഞ്ഞാൽ പഴുത്ത ചക്കയാണ്, നല്ല വരിക്ക ചക്കയാണ്. സത്യം പറഞ്ഞാൽ ചക്ക എന്ന് പറയുന്നത് നമ്മളൊരു മലയാളികളുടെ ഒരു വികാരം തന്നെയല്ലേ. മാങ്ങേനെ പോലെയല്ല. മാങ്ങ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സീസണിലും നമ്മൾ ഇവിടെ കാണുന്നതൊക്കെ ഉണ്ട്, വാങ്ങാനും കിട്ടും. ഏത് തരത്തിലുള്ള മാങ്ങയാണെന്നും വാങ്ങാൻ കിട്ടും. പക്ഷെ ചക്ക അങ്ങനെയല്ല കേട്ടോ. ഈ ഒരു ടൈമിൽ മാത്രമാണ് ഇവിടെ ചക്ക വരുന്നത്. എല്ലാ ടൈമിലും ചക്ക കാണാറുമില്ല. അപ്പോൾ നാട്ടിലേത്തേക്കാളും വേഗത്തിൽ നമ്മളാണ് ആദ്യം ചക്ക കഴിക്കാൻ വേണ്ടി പോകുന്നത്. ചക്ക കൊത്തലിൻ്റെ എല്ലാ രീതികളും നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ നാടൻ കത്തിയും നാടൻ വെളിച്ചെണ്ണയും എന്താ പറയണ്ടേ, അതിൻ്റെ എല്ലാ രീതിയിലുമാണ് നമ്മൾ ചക്ക കൊത്താൻ ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുന്നത്. എനിക്ക് ചുറ്റിലും രണ്ടുപേര് വേറെ ഉണ്ട് കേട്ടോ. ഈ ചക്കയുടെ മണം നമ്മൾ ഇരുത്തി പൊറപ്പിക്കുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം അതിൻ്റെ മണത്തിൽ തന്നെ ഉണ്ട് അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടാവുന്നില്ലത്. രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായത്. വണ്ടിയിലൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഫുള്ള് സ്മെല്ലായിരുന്നു. ചക്ക മണത്തിട്ട് നമുക്ക് അതിൽ നിന്ന് ഇറങ്ങാൻ തന്നെ തോന്നുന്നില്ല. അങ്ങനെ തന്നെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് ചക്കയായിരുന്നു. നോക്ക്, വലിയ വിലയും കൊടുത്തിട്ട് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് ഇത്ര ചെറിയ ഒരു പീസ് ചക്ക മാർക്കറ്റിലൊക്കെ വിൽക്കാൻ വെക്കുന്നത് കാണുമ്പോൾ കേട്ടോ. നാട്ടിൽ പണ്ട് നമ്മൾ സീസൺ ടൈം ആകുമ്പോഴത്തേക്ക് ചക്ക എല്ലാ സമയത്തും ചക്കയാണ്. ചക്ക വരട്ടിയത്, ചക്ക പായസം, ചക്ക വച്ചത്, എന്താ പറയണ്ടേ, പഴുത്ത ചക്ക വേറെ. അതിൻ്റെയൊക്കെ ഒരു വില നമുക്ക് മനസ്സിലാവുക. നല്ല നാടൻ കപ്പക്കത്തിയും വെളിച്ചെണ്ണയൊക്കെ എടുത്ത് വെച്ച് ചക്കയൊക്കെ കുത്തുമ്പോൾ അതിൻ്റെ വെളിഞ്ഞറൊക്കെ ഇങ്ങനെ ഒപ്പിയെടുക്കുന്നതെല്ലാം നോക്കിക്കുന്ന ജിയാനെയൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ കുട്ടിക്കാലമാണ് കേട്ടോ ഓർമ്മ വരുന്നത്. പഴുത്ത 1 നമ്പർ വരിക്ക ചക്ക എന്നൊക്കെ പറഞ്ഞത് ഇതാണ് കേട്ടോ. നല്ല തേന് തുളുമ്പുന്ന പോലെയുള്ള ചുളയാണ് കേട്ടോ അതിനുണ്ടായത്. അതുപോലെ തന്നെ അത്രയും ഭയങ്കര തേൻ വരിക്ക എന്ന് പറയില്ലേ, ഇതിപ്പോൾ ഏത് ടൈപ്പ് വരിക്കയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതുപോലുള്ളൊരു ടേസ്റ്റാണ് ഉണ്ടായത്. അത്രേ ചുളയൊക്കെ ഉണ്ടായിരുന്നില്ലോ. എന്നാലും നമ്മൾ ഒരു കഷ്ണം പോലും നമ്മൾ കളയാണ്ട് എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പരമാവധി ഊറ്റിയെടുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ എടുത്ത് കഴിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് പ്രതീക്ഷിക്കാണ്ട് അല്ലെങ്കിൽ കിട്ടാതെ കിട്ടുന്നൊരു സാധനമാണ് ഇത്.